മാൽദീവ്സിൽ ഒരു ചെറിയ വെക്കേഷനു വേണ്ടി കുടുംബവുമൊത്തെത്തിയിരിക്കുകയാണ് ഞാൻ. ഇതിവിടുത്തെ പ്രശസ്തമായ ബാൻഡോസ് മാൽദീവ്സ് ഐലൻഡ് റിസോർട്ടാണ്. അതിലെ സീ ബ്രീസ് എന്ന റെസ്റ്റോറൻറ്റ്. രാവിലെ 9 മണിയായപ്പോഴാണ് ഇവിടെ എത്തിയത്. ഇപ്പോൾ 12 മണിയായിരിക്കുന്നു. ഇത് റിസപ്ഷൻ ഏരിയയും ട്രാവൽ ഡെസ്കും സുവനീർ ഷോപ്പുകളുമെല്ലാമുള്ള ഏരിയയാണ്. റിസോർട്ടിലൂടെ ഒന്ന് ചുറ്റി നടക്കുകയാണ് ഞാൻ. ഇവിടെ ചില പഴയ കെട്ടിടങ്ങളുണ്ട്. 1972 റിസോർട്ട് പ്രവർത്തനം തുടങ്ങിയ കാലത്തുള്ളതായിരിക്കാം. മാൽദീവ്സിലെ തന്നെ ഏറ്റവും ആദ്യത്തെ റിസോർട്ടുകളിലൊന്നാണിത്. 60 ഏക്കറോളം വരുന്ന ദ്വീപാണിത്. ടൂറിസ്റ്റുകൾക്കായി നിരവധി ഫെസിലിറ്റികൾ, അതിന്റെ ബോർഡുകൾ കാണാം. നമ്മുടെ നാട്ടിൻ പുറത്തെ ഒരു പഴയകാല ഗ്രാമം പോലെയുണ്ട്. വള്ളിപ്പടർപ്പുകളും കാവുകളുമെല്ലാം ഉള്ളൊരു ദ്വീപ്. ഒരു റിസോർട്ടിനായി കൃത്രിമമായി ഒരുക്കിയതായി തോന്നുന്നില്ല. ഓരോ ഇടവഴികളിലും ടൂറിസ്റ്റുകളുടെ ചെറിയ സംഘങ്ങൾ. ദ്വീപ് ഒന്നാകെ ബാൻഡോസ് റിസോർട്ടിൻ്റെതാണ്. മണൽ വിരിച്ച വഴികളാണ്. ക്ലീനിങ്ങിനായി പോകുന്ന റിസോർട്ട് ജീവനക്കാരും ടൂറിസ്റ്റുകളും വഴിയിൽ. കേരളത്തിന്റെ ഒരു തീരദേശ ഗ്രാമം പോലെയുണ്ട്. ഓലമേഞ്ഞ കോട്ടേജുകൾ. ഇതാണ് ടൂറിസ്റ്റുകൾ താമസിക്കുന്ന വീടുകൾ. അതിനെല്ലാം വലിയ വാടകയാണ്. 20,000 രൂപയിലേറെ വരും പ്രതിദിന നിരക്ക്. പൂൾ വില്ലകളാണ് ഇത്. മരം കൊണ്ട് പണിത് ഓലമേഞ്ഞ വീടുകൾ. അതിന്റെ ഒത്ത മധ്യത്തിലായി ഇങ്ങനെ സുന്ദരമായ പളുങ്കുജലം നിറഞ്ഞുകിടക്കുന്ന പൂൾ. അതിലിറങ്ങി ഒന്ന് നീന്താൻ ആരും കൊതിച്ചു പോകും. അല്പം കഴിയുമ്പോൾ ഇതിൽ ആളുകൾ നിറയുമായിരിക്കാം. സ്ഫടികസമാനമായ ജലം. സായിപ്പുമാർ എത്തുന്ന ഏതൊരു റിസോർട്ടിലും ഇങ്ങനെയൊരു കുളം നിർബന്ധമാണ്. അതിൽ എല്ലാ സുരക്ഷാ മുൻകരുതലും പൂളിന് ഒരു സൂപ്പർവൈസറും ഒക്കെ ഉണ്ടാവും. അതിനെല്ലാം പുറമെ പൂൾ ബാർ എന്നത് ഒരു പ്രധാന ഘടകമാണ്. വെള്ളത്തിൽ കിടന്നുകൊണ്ട് മദ്യപിക്കേണ്ടവർക്ക് അതിനുള്ള സൗകര്യം. കുളത്തിന്റെ ലെവലിലാണ് ബാർ. ചുറ്റും കുടകൾ. അതിനു ചുവട്ടിൽ പൂൾ ചെയറുകൾ. മനോഹരമായ ഓർക്കിഡുകൾ. നാച്ചുറലായി തന്നെ എല്ലാം സജ്ജീകരിച്ചിരിക്കുന്നു. പ്രകൃതിയെ സംരക്ഷിക്കുന്നതിലുള്ള ഉത്തരവാദിത്ത ബോധത്തോടെയാണ് ഇവർ ഇതെല്ലാം ചെയ്യുന്നത്. ചെടികൾ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിലും പ്രകൃതിദത്തമായവയെ പരമാവധി സംരക്ഷിക്കുന്നുമുണ്ട്. എല്ലാ കോട്ടേജുകളിലും ആളുകളുണ്ട്. നവംബർ മുതൽ ഏപ്രിൽ വരെയാണ് മാൽദീവ്സിൽ ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ എത്തുന്ന സീസൺ. ഇവിടെ ഒരു ക്ലബ് ഹൗസ് ഉണ്ട്. ജിമ്മും മറ്റും അവിടെയാണ്. ഇക്കാണുന്നത് ഇവിടുത്തെ ക്ലിനിക്കാണ്. ഫാർമസിയും മറ്റുമുണ്ട് അതിനകത്ത്. നേരെ മുന്നിൽ ഒരു ഡൈവിംഗ് സെന്ററാണ്. സ്കൂബ ഡൈവിംഗ്, സ്നോർക്കലിംഗ് എന്നിവയൊക്കെ സംഘടിപ്പിക്കുന്ന ഇടം. ഇക്കാണുന്നതാണ് ബീച്ച് കോട്ടേജുകൾ. അത്തരം 2 എനിക്കും കുടുംബത്തിനും വേണ്ടി ബുക്ക് ചെയ്തിരിക്കുന്നത്. അതിന്റെ തൊട്ടുമുന്നിൽ ഇളം നീല ജലവുമായി കിടക്കുന്ന ബീച്ചാണ്. ബീച്ചിനോട് ചേർന്നുള്ള കോട്ടേജ് വേണമെന്നതിനാലാണ് ഞാൻ ഇതെടുത്തത്. ഏതാണ്ട് 13,000 രൂപ ഈ കോട്ടേജുകൾ ഓരോന്നിനും ഒരു രാത്രിക്ക് വരും. എങ്ങും ചെടികൾ വളരുന്നു. അങ്ങിങ്ങായി ഇത്തരം ചെറിയ മണ്ഡപങ്ങളും പന്തലുകളുമുണ്ട്. ഞാൻ ബീച്ചിലേക്ക് തന്നെ നടന്നു. ദ്വീപിന്റെ ചുറ്റോടു ചുറ്റും ഈ റിസോർട്ടിന്റെ പ്രൈവറ്റ് ബീച്ചാണ്. പുറമേ നിന്ന് ഒരാളും ഇവിടേക്ക് വരില്ല. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾക്ക് സ്വതന്ത്രമായി ഇതെല്ലാം ആസ്വദിക്കാം. നല്ല തെളിഞ്ഞ ജലം. 1.5 വയസ്സുള്ള കുട്ടിയെപ്പോലും ഇതിൽ ഇറക്കിവിടാം. ആഴം കുറവാണ്. തിരമാലകളില്ല താനും. ആഴമുള്ള ഭാഗത്തെത്താൻ തീരത്തു നിന്നും കുറേ പോകണം. ആർക്കും ഇറങ്ങി നീന്താം. അപകട സാധ്യത തീരെയില്ല. അങ്ങകലെ കാണുന്നത് ഹുവാൻ ബാറാണ്. റിസോർട്ടിന്റെ ഭാഗമായ ബാർ. കടലിലേക്ക് ഇറക്കി നിർമ്മിച്ച ഒരു പാലത്തിലാണ് ബാർ പ്രവർത്തിക്കുന്നത്. മാൽദീവ്സിലെ മിക്ക റിസോർട്ടുകളിലും ഇങ്ങനെ വെള്ളത്തിൽ നിന്നും തൂണുകളിൽ നാട്ടി നിർത്തിയ കെട്ടിടങ്ങളും വലിയ പ്ലാറ്റ്ഫോമുകളും കോട്ടേജുകളുമുണ്ട്. ധാരാളം ആളുകൾ കുടുംബവുമായാണ് ഇവിടേക്ക് വരുന്നത്. അവർക്ക് സ്വതന്ത്രമായി ഇവിടെ ജലക്രീഡകളിൽ ഏർപ്പെടാം.
തുറിച്ചു നോക്കാനോ ശല്യപ്പെടുത്താനോ ആരുമുണ്ടാവില്ല. വിവാഹം, കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവയ്ക്കെല്ലാം വേദിയാകാറുമുണ്ട് ഇവിടുത്തെ റിസോർട്ടുകൾ. ഹണിമൂണിന്റെ ഒരു പ്രധാന കേന്ദ്രം കൂടിയാണ് മാൽഡീവ്സിലെ ഇത്തരം റിസോർട്ടുകൾ. കൂടാതെ കുട്ടികൾ ഉൾപ്പെടെ കുടുംബമായും ധാരാളം പേർ വരുന്നു. ഫാമിലി ഫ്രണ്ട്ലി റിസോർട്ടാണ് ബാൻഡോസ്. എല്ലാവരും ഉല്ലാസത്തിലാണ്. പോസ്റ്റ് ചെയ്യുന്നു, ഫോട്ടോ എടുക്കുന്നു, അതെല്ലാം നന്നായി ആസ്വദിക്കുന്നു. 3-4 ദിവസം ചെലവിടാൻ പറ്റിയ ഗംഭീര സ്ഥലം. കോരി കുടിക്കാൻ തോന്നുന്ന നല്ല തെളിഞ്ഞു ജലം. ബീച്ചിന്റെ മനോഹാരിതയാണ് ഏറ്റവും പ്രധാനം. മനോഹരമായ മണൽപ്പരപ്പ്, തെങ്ങിൻ തോപ്പുകൾ, അതിന്റെ തണൽ, ഇളം കാറ്റ്, മദ്യം ആവശ്യമുള്ളവർക്ക് അത്. വൈകുന്നേരം കൾച്ചറൽ പരിപാടികൾ. ഭക്ഷ്യവൈവിധ്യത്തിന്റെ 7 റെസ്റ്റോറന്റുകൾ തന്നെ ഇവിടെയുണ്ട്. 24 മണിക്കൂറും ഭക്ഷണം ലഭിക്കുന്ന റെസ്റ്റോറന്റുകളാണത്. നേരെ മുന്നിൽ കാണുന്നത് ഹുവാൻ റെസ്റ്റോറന്റ് ആണ്. വലിയൊരു റെസ്റ്റോറന്റ്. അതിനു മുന്നിൽ നിന്ന് കടലിലേക്ക് നീണ്ടുപോകുന്ന ഒരു മരപ്പാലമുണ്ട്. മനോഹരമായ ഒരു നിർമ്മിതിയാണിത്. അതിങ്ങനെ വെള്ളത്തിന് മുകളിലേക്ക് നീണ്ടുകിടക്കുകയാണ്. ഇതൊക്കെ ഏറെ കലാപരമായാണ് സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. പാലത്തിന്റെ വളവുകളും തിരിവുകളും കൈവരികളും മധ്യത്തിലെ മണ്ഡപവുമെല്ലാം സുന്ദരം. തടികൊണ്ട് പണിതതാണ് ഇതെല്ലാം. നീലജലത്തിൽ ബോട്ടുകൾ. രാവിലെ 10 മണി മുതൽ അർദ്ധരാത്രി വരെ തുറന്നിരിക്കുന്നതാണ് ഹുവാൻ ബാർ. നട്ടുച്ച നേരമായതിനാലാവാം ഇപ്പോൾ അധികം ആളുകളെ ഇവിടെ കാണാത്തത്. ഒരു സൺഡെക്ക് ആണിത്. അസ്തമനം കാണാൻ ഏറ്റവും പറ്റിയ സ്ഥലം. നേരത്തെ കണ്ട സീ ബ്രീസും ഈ വിധം പണിതിരിക്കുന്നതാണ്. അത് പക്ഷേ വലിയ റെസ്റ്റോറന്റാണ്. ഇതാകട്ടെ ബാറും. മദ്യമാണ് ഈ നിരത്തി വെച്ചിരിക്കുന്നത് മുഴുവൻ. ശ്രദ്ധേയമായ കാര്യം മാൽദീവ്സ് ശരിയത്ത് നിയമങ്ങൾ കർശനമായി അനുസരിക്കുന്ന ഇസ്ലാമിക രാജ്യമാണെന്നതാണ്. എങ്കിലും ഇവിടുത്തെ ഏത് റിസോർട്ടിലും മദ്യം സുലഭമാണ്. ജനവാസയിടങ്ങളിൽ മദ്യം കിട്ടുകയുമില്ല. വിമാനത്തിൽ മദ്യം കൊണ്ടുവരാൻ അനുവദിക്കില്ല. എന്നാൽ റിസോർട്ടുകളിൽ മദ്യം യഥേഷ്ടമുണ്ട് താനും. ഈ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് കാണുക. ടൂറിസ്റ്റുകൾക്കിരിക്കാൻ പലതരത്തിലുള്ള കസേരകൾ, കട്ടിലുകൾ എന്നിവയെല്ലാമുണ്ട്. രാത്രിയിൽ നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശത്തേക്ക് നോക്കിക്കിടക്കാം. ജലത്തിന്റെ ശുദ്ധിയും തെളിമയുമാണ് മറ്റൊരു ശ്രദ്ധേയ കാര്യം. പവിഴപ്പുറ്റുകളാണ് അടിയിൽ. അതിന്മേൽ നീന്തുന്ന മത്സ്യങ്ങളെ കാണാം. ചിലർ ചെറിയ ബോട്ട് വാടകയ്ക്കെടുത്ത് ഡൈവിങ്ങിനോ സ്നോർക്കലിങ്ങിനോ പോയി മടങ്ങുന്നു. 215 മുറികളുണ്ട് ബാൻഡോസ് റിസോർട്ടിൽ. അവിടെയെല്ലാം കൂടി 600-ലധികം പേർക്ക് താമസ സൗകര്യവുമുണ്ട്. അത്രയാളുകൾക്ക് സൗകര്യങ്ങളും വിനോദോപാധികളും ഒരുക്കാൻ ആളുകളുണ്ടിവിടെ. 600ഓളം ജീവനക്കാർ. സ്കൂബ ഡൈവിംഗ് ഉൾപ്പെടെയുള്ള ആക്ടിവിറ്റികളുടെ പരിശീലകരും. വെള്ളത്തിനടിയിൽ പലതരം പവിഴപ്പുറ്റുകൾ കാണാം. പക്ഷേ അതിലൊന്നും ചവിട്ടാനോ തൊടാനോ പാടില്ല. ചിലർ കടലിനടിത്തട്ടിലെ കാഴ്ചകൾ കാണാനായി സ്നോർക്കലിംഗിൽ ഏർപ്പെടുന്നു. ഞാനും കുടുംബവും അതെല്ലാം അങ്ങനെ ആസ്വദിച്ചു നിന്നു. ഇവിടെ നിൽക്കുമ്പോൾ അങ്ങകലെ മാലി സിറ്റി കാണാം. 8 കിലോമീറ്റർ അകലെയാണത്. അതിനാൽ തന്നെ നേർത്ത ഒരു വരമ്പ് പോലെയേ തോന്നൂ. 10-20 നിലയുള്ള കെട്ടിടങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു ദ്വീപ്. മാലി സിറ്റിയെ എയർപോർട്ടുമായി ബന്ധിപ്പിക്കുന്ന പാലവും ഇവിടെ നിന്ന് കാണാം. ആ പാലം വന്നതോടെ മാലിയുടെ മുഖഛായ തന്നെ മാറുകയായിരുന്നു. നേരത്തെ ചിതറിക്കിടക്കുന്ന ദ്വീപുകളിലായിരുന്നു ജനവാസം. ഒരു ദ്വീപിൽ നിന്ന് മറ്റൊന്നിലേക്കെത്താൻ ബോട്ടുകൾ മാത്രമായിരുന്നു ആശ്രയം. അവിടങ്ങളിലെ ആളുകളെ കൂട്ടിയിണക്കുന്നതും ഒരു പ്രതിസന്ധിയുണ്ടായാൽ ദ്വീപിൽ നിന്ന് ഒഴിപ്പിക്കുന്നതുമെല്ലാം പ്രയാസമുള്ള കാര്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ മാലി സിറ്റി, ഹുൾഹുൾ ദ്വീപ്, ഹുളുമാലി എന്നിവ ഒറ്റ സമൂഹം തന്നെയായിരിക്കുന്നു. അങ്ങനെ മാൽദീവ്സിന്റെ വലിയൊരു ഭൂഭാഗം കരകൊണ്ട് ബന്ധിതമായി. വില്ലിംഗ്ലി എന്ന ജനവാസമുള്ള മറ്റൊരു ദ്വീപും ഇവിടെയുണ്ട്.
അതിനെയും തലസ്ഥാന മാലിയുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലം വരാനിരിക്കുകയാണ്. മധ്യപ്രദേശ്, ആൻഡമാൻ, ലക്നൗ, ബറോഡ, നാഷിക്, ഡൽഹി, ആഗ്ര, ഗോളിയോർ. സഞ്ചാരം പെൻഡ്രൈവ് വോള്യം നമ്പർ 22. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ഈ വിശാലമായ പ്ലാറ്റ്ഫോമാണ് കുവാൻ റെസ്റ്റോറന്റിന്റെ ഏറ്റവും വലിയ ആകർഷണം. കരയിൽ നിന്നും അകന്ന് കടലിലേക്കിറക്കി പണിതിരിക്കുന്നതാണിത്. ഇവിടെ ചില കോട്ടേജുകൾ കാണാം. വാട്ടർ വില്ലകളാണത്. കടലിൽ ഉയർന്നു നിൽക്കുന്ന തൂണുകളിൽ കുറെ കോട്ടേജുകൾ. ഇങ്ങനെയൊക്കെയാണ് ലോകത്ത് ടൂറിസം കൊണ്ട് വരുമാനം നേടുന്ന രാജ്യങ്ങൾ പ്രകൃതിയെ ഉപയോഗപ്പെടുത്തുന്നത്. ഇന്ത്യയിലെ തീരദേശങ്ങളിൽ ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ ഇപ്പോൾ തടസ്സങ്ങളുണ്ട്. ഇത്തരം ഫെസിലിറ്റികൾ ഉള്ളിടത്തേക്കാണോ അതില്ലാത്തിടത്തേക്കാണോ ടൂറിസ്റ്റുകൾ വരിക എന്ന കാര്യം നമ്മുടെ ഗവൺമെന്റുകൾ ചിന്തിക്കേണ്ടതുണ്ട്. പ്രകൃതിയെ തെല്ലും നശിപ്പിക്കാതെ ഇതൊരുക്കുന്നതിന് കൃത്യമായ സംവിധാനങ്ങളുണ്ട്. മാൽദീവ്സ് പോലൊരു രാജ്യം കടലിനെ മാന്യമായി ഉപയോഗിക്കുന്നു. കടലിന്റെ സൗന്ദര്യവും ആകർഷണീയതയും ആസ്വാദനവുമാണ് ഇവരുടെ ടൂറിസത്തിന്റെ മുഖ്യ ഘടകങ്ങൾ. ബീച്ചിൽ ഒരാൾ മുറിയെടുക്കുന്നത് കടലിനെ ആസ്വദിക്കാനാണ്. അതിനുള്ള സൗകര്യം ഒരുക്കിയാൽ ടൂറിസത്തിലൂടെ വലിയ വരുമാനമുണ്ടാവും. പ്രകൃതിയെ നോവിക്കാതെ ടൂറിസം നടപ്പാക്കാം. ആ വരുമാനം സാമൂഹ്യ സുരക്ഷാ പരിപാടികൾക്കും പാവപ്പെട്ടവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുന്നതിനും തുടങ്ങി പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് വരെ വിനിയോഗിക്കാം. ഇത്തരത്തിൽ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും കുടുംബങ്ങൾ ഇവിടെ വരുന്നു. നമുക്കും കൊതി തോന്നുന്നില്ലേ ഇവിടെയൊന്ന് താമസിക്കാൻ? മാലിയിലെ ഇത്തരം റിസോർട്ടുകൾ ഒഴിവാക്കി കേരളത്തിലെ ബീച്ച് റിസോർട്ടിലേക്ക് ആളെ കൊണ്ടുവരാൻ ഏറെ പണിപ്പെടേണ്ടി വരും. നമ്മളാണെങ്കിലും ഏതാണ് തിരഞ്ഞെടുക്കുക എന്ന് ചിന്തിച്ചാൽ മതി. ഇവിടെ നിന്നുള്ള ഒരു വീഡിയോ കണ്ടാൽ ആളുകൾ ഇങ്ങോട്ട് പറക്കും. ടൂറിസം വളരണമെങ്കിൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ നമ്മളും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരം സംവിധാനങ്ങൾ ഗ്രാമീണ ടൂറിസത്തിന് പകരമാണെന്നല്ല, തീരദേശ ഗ്രാമങ്ങളെ ഇത്തരത്തിൽ ഒരുക്കണം. 2 പേർ ഇവിടെ സ്നോർക്കലിംഗിൽ ഏർപ്പെടുകയാണ്. സ്നോർക്കൽ എന്ന ചെറിയ കുഴൽ വായിൽ ഘടിപ്പിച്ച് കടലിൽ കമഴ്ന്നു കിടക്കാം. വെള്ളം കടക്കാത്ത വിധമുള്ള ഒരു കണ്ണടയും വയ്ക്കും. അങ്ങനെ കമിഴ്ന്നു കിടക്കുമ്പോൾ ഒരു ചില്ലിലൂടെ എന്നോണം കടലിന്റെ അടിത്തട്ട് കാണാം. അടിത്തട്ടിൽ പവിഴപ്പുറ്റുകളാണ്. അതിനിടയിൽ ധാരാളം കോറൽ മത്സ്യങ്ങളുമുണ്ട്. ആ വർണ്ണ മത്സ്യങ്ങളെ കണ്ണു തുറന്നുവെച്ച് തന്നെ ആസ്വദിക്കാം. മാൽദീവ്സിലെ ഏതു ദ്വീപിന്റെയും തീരഭാഗങ്ങളിൽ ഏതു സമയത്തും ധാരാളം മത്സ്യങ്ങളെ കാണാം. ആ മത്സ്യങ്ങളെ ഒന്നും പിടിക്കാൻ ഇവിടെ അനുവാദമില്ല. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായ നിബന്ധനയാണത്. ലക്ഷക്കണക്കിന് പവിഴ മത്സ്യങ്ങളാണ് ഇവിടെയെല്ലാം ഉള്ളത്. അതിശയിപ്പിക്കുന്ന രൂപവും വർണ്ണവുമുള്ള മത്സ്യങ്ങളാണത്. അവയെ കാണാനാണ് ഇവരിങ്ങനെ നീന്തുന്നത്. ആഴം കുറഞ്ഞ കടൽ ഭാഗത്ത് വെറുതെ ഇങ്ങനെ നടക്കുന്നവരും നീന്തുന്നവരുമെല്ലാമുണ്ട്. വാട്ടർ വില്ലകൾ ഇവിടുത്തെ പ്രത്യേകമായൊരു ആകർഷണം തന്നെയാണ്. 60 ഏക്കർ വരുന്ന ദ്വീപിന്റെ ചുറ്റോടു ചുറ്റും ഇങ്ങനെ മണൽപ്പരപ്പായതുകൊണ്ട് എല്ലാവരും ഒരിടത്ത് കേന്ദ്രീകരിച്ചിരിക്കുകയല്ല. പല ബീച്ചുകളിലാണവർ. കൊച്ചുകുഞ്ഞുങ്ങളെ അമ്മ ധൈര്യപൂർവ്വം കടലിലേക്ക് ഇറക്കി വിടുന്നത് കാണാം. നമ്മുടെ നാട്ടിൽ ഒരമ്മ നീന്തൽ വേഷത്തിൽ മക്കളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുമോ? ഇവരുടെ കാര്യം അങ്ങനെയല്ല. ബാല്യം മുതൽ കുട്ടികൾ അവരുടെ മാതാപിതാക്കളെ കാണുന്നത് നീന്തൽ വേഷത്തിലും മറ്റുമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളായിരിക്കുമ്പോഴേ അവർക്ക് മനുഷ്യ ശരീരത്തിലേക്ക് ഒളിഞ്ഞു നോക്കാനുള്ള കൊതി ഇല്ലാതാകുന്നു. അങ്ങനെ നിൽക്കെ മുകളിലൂടെ ഒരു പാരച്യൂട്ട് നീങ്ങി വരുന്നു. പാരാസെയിലിംഗ് ആണത്. ഒരു ബോട്ടാണ് ആ പാരച്യൂട്ട് വലിച്ചുകൊണ്ട് പോകുന്നത്. അതിൽ 2 പേർ തൂങ്ങിക്കിടക്കുന്നുണ്ട്. ദ്വീപിനു ചുറ്റും ഇങ്ങനെയൊന്ന് കറങ്ങും. അത് നല്ലൊരു അനുഭവമാണ്. ദ്വീപിനെ ആകാശത്തു നിന്നും കണ്ടുകൊണ്ടങ്ങനെ ഇരിക്കാം. മിക്ക ബീച്ചുകളിലുമുള്ള ഒരു വിനോദം.
മാൽദീവ്സിൽ പാരാസെയിലിംഗ് കൂടുതൽ ആകർഷകമാകുന്നു. തീരക്കടലിന്റെ വർണ്ണവ്യത്യാസം, ബീച്ചുകളുടെ മനോഹാരിത, റിസോർട്ടിന്റെ തന്നെ ആകാശക്കാഴ്ച എന്നിവയെല്ലാം പാരച്യൂട്ടിൽ തൂങ്ങിയിരുന്നുകൊണ്ട് ആസ്വദിക്കാം. മാൽദീവ്സിൽ ടൂറിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതെല്ലാം തന്നെ വളരെ ചെലവേറിയതാണ്. എയർപോർട്ടിൽ നിന്നും ബാൻഡോസ് റിസോർട്ട് വരെ ഏതാണ്ട് 30 മിനിറ്റ് നീളുന്ന ബോട്ട് യാത്രയ്ക്ക് മാത്രം ഒരാൾക്ക് ചാർജ് $90 6300 രൂപയിലധികം. പാരാസെയിലിംഗ് പോലുള്ള ഓരോ ആക്ടിവിറ്റിക്കും $200-300 ചാർജ്. അത് മുടക്കാൻ തയ്യാറുള്ളവരാണ് ഇവിടേക്ക് വരുന്നത്. റെസ്റ്റോറന്റുകളിലും വലിയ നിരക്കാണ്. ഒരാൾക്ക് ഏറ്റവും മിതമായ ഭക്ഷണത്തിന് പോലും $20 വേണം. ഫുൾ ബോർഡ്, ഹാഫ് ബോർഡ്, ബ്രേക്ക്ഫാസ്റ്റ് മാത്രം എന്നിങ്ങനെ ഭക്ഷണത്തിന് പല വിഭാഗങ്ങളുണ്ട്. ഫുൾ ബോർഡിനാണ് വില ഏറ്റവും കൂടുതൽ. ഇതെല്ലാം ടൂറിസ്റ്റുകൾക്ക് വാടകയ്ക്കെടുക്കാവുന്ന ബോട്ടുകളാണ്. ഇവിടെ എല്ലാ ആളുകളും യാത്ര ചെയ്യുന്നത് ബോട്ടിലാണെങ്കിലും ടൂറിസ്റ്റ് ആണെങ്കിൽ അതിനുള്ള ചെലവ് കൂടും. ചെറുതും വലുതുമായ ധാരാളം ബോട്ടുകളുണ്ട് ഇവിടെ. ബോട്ട് വാടകയ്ക്കെടുത്ത് പുറംകടലിൽ ഗെയിം ഫിഷിങ്ങിന് വരെ പോകാം. റിസോർട്ടിനനുബന്ധമായുള്ള എന്തിനും വലിയ തുക മുടക്കണം ഇവിടെ. എന്നാൽ ചെലവ് പരമാവധി ചുരുക്കിയും മാൽദീവ്സിനെ ആസ്വദിക്കാം. പുളുമാലി ദ്വീപിൽ ധാരാളം ചെറിയ ഹോട്ടലുകളുണ്ട്. 3000-4000 ദിവസവാടകയ്ക്ക് അവിടെ മുറി കിട്ടും. കൊച്ചിയിൽ നിന്നും മാലിയിലേക്ക് റിട്ടേൺ ഉൾപ്പെടെ ഫ്ലൈറ്റ് ചാർജ് 10,000 രൂപയേ ഉണ്ടാവൂ. 5000 രൂപ ചെലവിൽ താമസിക്കുകയും ചെയ്യാം. വെയിൽ മൂക്കുകയാണ്. ഇനി അല്പം വിശ്രമിക്കണം. വന്നപ്പോൾ മുതൽ റിസോർട്ടിലൂടെ ചുറ്റി നടക്കുകയായിരുന്നല്ലോ. കോട്ടേജിലേക്ക് മടങ്ങി. 203 എന്റെ കോട്ടേജിന്റെ നമ്പർ. അവിടെ ചെന്ന് അല്പനേരം ഒന്നുറങ്ങണമെന്നുണ്ട്. ഉച്ചയുറക്കമെന്ന സംഗതി എനിക്കില്ലാത്തതാണ്. ഇന്ന് ഈ നല്ല തണുത്ത മുറിയിൽ കിടന്ന് ഒന്നുറങ്ങാൻ തീരുമാനിച്ചു. എത്രയോ കാലം കൂടിയാണ് ഉച്ചയ്ക്കൊന്നുറങ്ങുന്നത്. ദീർഘമായ സുന്ദരമായ ഒരുറക്കം. ഉണർന്നെണീറ്റപ്പോഴേക്കും നേരം ഇരുട്ടിയിരിക്കുന്നു. നന്നായി ഉറങ്ങി. റിസോർട്ടിന്റെ ലോബി ഏരിയയിലേക്ക് നടന്നു. ലൈറ്റപ്പ് ചെയ്തതോടെ അതിന് മറ്റൊരു ഭാവമായിരിക്കുന്നു. സീ ബ്രീസ് റെസ്റ്റോറന്റിലേക്കാണ് ചെന്നത്. ഞങ്ങൾ അലാകാർട്ട ഫുഡാണ് ഇഷ്ടപ്പെടുന്നതെന്നതുകൊണ്ടാണത്. മുറി ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ബുഫേ ഓർഡർ ചെയ്തിരുന്നില്ല. ബുക്കിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉൾപ്പെടുത്തി മറ്റു സമയത്തെല്ലാം ഓർഡർ ചെയ്ത് കഴിക്കാമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. വേറെയും ധാരാളം പേരുണ്ട് റെസ്റ്റോറന്റിൽ. ഇന്ത്യൻ ഭക്ഷണവും ഇവിടെ ലഭിക്കും. കടൽ പക്ഷികൾ രാത്രിയിലും ഇര തേടി നടക്കുന്നു. കുട്ടികൾക്കിഷ്ടമുള്ളത് അവർ ഓർഡർ ചെയ്തു. ഒരു ഇന്തോനേഷ്യൻ ഫ്രൈഡ് റൈസ് ആണ് ഞാൻ വരുത്തിയത്. ഭാര്യ ഒരു ബീഫ് ബർഗറാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും അവരവരുടെ അഭിരുചിക്കിണങ്ങിയ വിഭവങ്ങളുമായി അത്താഴം ആഘോഷമാക്കി. ഇപ്പോൾ ഈ റെസ്റ്റോറന്റിൽ പൊതുവെ ആൾ കുറവാണ്. സീ ബ്രീസ് റെസ്റ്റോറന്റിന്റെ കടലിന് മുകളിൽ ഉയർത്തിക്കെട്ടിയ പ്ലാറ്റ്ഫോമിലാണ് ഇരിക്കുന്നത്. ഇതിവിടുത്തെ സാൻഡ് ബാറാണ്. ബില്ലിയാർഡ്സ് ടേബിളിൽ കുട്ടികൾ കളിക്കുന്നു. ബാറിൽ കുറേ ആളുകളുണ്ട്. ഇതിവിടുത്തെ റിസപ്ഷൻ ലോബി ഏരിയയാണ്. രാത്രിയായതോടെ ആളനക്കമില്ലാത്ത ഒരു സ്ഥലമായി ഇത് മാറിയിരിക്കുന്നു. ഞങ്ങൾ കോട്ടേജിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. ഇവിടെ ഒരു ഭാഗത്ത് വലിയൊരു ഫുട്ബോൾ ഗ്രൗണ്ടുണ്ട്. ഒരു ഫ്ലഡ് ലിറ്റ് ഗ്രൗണ്ട്. ഈ ഫുട്ബോൾ ഗ്രൗണ്ടും റിസോർട്ടിന്റെ ഭാഗമാണ്. ഈ കളിക്കുന്നത് ടൂറിസ്റ്റുകളല്ല, റിസോർട്ടിലെ സ്റ്റാഫാണ്. ചുറ്റോടു ചുറ്റും ബീച്ചുകളും അതിനോട് ചേർന്ന് ടൂറിസ്റ്റുകൾക്കുള്ള സൗകര്യങ്ങളും എന്ന നിലയിലാണ് ഈ ദ്വീപിന്റെ ഘടന. ദ്വീപിന്റെ മധ്യഭാഗത്താകട്ടെ ടീം വില്ലേജ് എന്ന ചെറിയൊരു ഗ്രാമമാണ്. അവിടെയാണ് റിസോർട്ടിലെ 600ഓളം വരുന്ന സ്റ്റാഫ് താമസിക്കുന്നത്. അവർക്കുള്ള താമസയിടങ്ങൾ, മറ്റു സൗകര്യങ്ങൾ എന്നിവയെല്ലാം വില്ലേജിലുണ്ട്.
കൂടെ ഇങ്ങനെയൊരു സിന്തറ്റിക് ഗ്രൗണ്ടും. സ്റ്റാഫിന് മാത്രമല്ല, അതിഥികൾക്കും ഇവിടെ വന്ന് കളിക്കാം. നല്ലൊരു ഫുട്ബോൾ ടീമുണ്ട് ബാൻഡോസ് റിസോർട്ടിന്. 600ഓളം സ്റ്റാഫുണ്ട്. അതിൽ കൂടുതൽ പേരും പുരുഷന്മാരുമാണ്. അവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഫുട്ബോൾ ടീമിലുള്ളത്. ഒന്നിറങ്ങി കളിക്കാൻ തോന്നും. രാത്രി ഏറെ വൈകുവോളം ഇവിടെ കളി നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ മുറിയിലേക്ക് നടത്തം തുടർന്നു. ഒരു വ്യത്യസ്തമായ ജീവിതമാണിവിടെ. അതിൻ്റെ കൂടുതൽ അനുഭവങ്ങളിലേക്ക് പോകാനിരിക്കുന്നതേയുള്ളൂ.